സ്ഥാനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഒരിക്കലും ഓടി നടന്നിട്ടില്ല. ഇല്ല, ഇപ്പോൾ നടക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള ചില ആളുകൾ സംശയിക്കുന്നുണ്ടോ താങ്കൾ ഇറങ്ങിക്കൊടുക്കാതെ വരും എന്നുള്ളത്? അത് അവരോട് ചോദിക്കുന്നല്ലേ നല്ലത്. എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ അവരെ മനസ്സിൽ ഇത് നമുക്ക് പറയാൻ കഴിയുക? ഞാൻ ഓടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവില്ല. ഞാനിപ്പോ കാറിലല്ലേ വന്നത്. അല്ലേ? മോഹം കൂടിയോ? അത് കസേരയോട് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന പ്രസിഡന്റ് ഇന്ന് ദിക്കിൽ നിന്ന് അസംബ്ലി മാറ്റി കസേരയൊക്കെ മാറ്റിയിട്ട് ഒരു സ്ഥാനചലനം കസേരയ്ക്ക് വരെ ഉണ്ടായി. അത് ഓരോരാളുടെ താല്പര്യം. 2 ദിവസം താമസിക്കുന്നെങ്കിൽ അവരവരുടെ വിശ്വാസപ്രകാരം എന്തെന്നാ പറയുന്നത് പാസ് നോക്കിച്ചൊക്കെ ആളുകൾ എടുക്കും. ഞാൻ വരുന്നതിന് മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. ഞാനാണത് മാറ്റിയത്. എനിക്ക് തോന്നി മറ്റേതാ ശരി, മനസ്സിലായി. മുല്ലപ്പള്ളി അല്ല അസഹ തോന്നി ഇതാ ശരി. ഇപ്പൊ എനിക്ക് തോന്നി മറ്റേതാ ശരി. പ്രസിഡന്റ് കഴിഞ്ഞ ഈ നേതൃയോഗത്തിൽ ഈ പദവി സ്വാഭാവികമായി കൈമാറിയിരുന്നെങ്കിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടാവുമായിരുന്നു. വിവാദമൊന്നും ഉണ്ടാക്കിയില്ല. എന്ത് വിവാദം? നിങ്ങൾ ഉണ്ടാക്കിയ 4 വിവാദം അല്ലാതെ വേറെ ഏടിയ വിവാദം പാർട്ടിക്കകത്ത് വല്ല വിവാദം ഉണ്ടാ? ഒന്നുമില്ല. ശാന്തം പാപം. അല്ല മത്സരിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഞാൻ മാറ്റപ്പെട്ടത്. അത് പറയുന്നത് ശരിയല്ല. ഞാൻ KPCCന്റെ പ്രസിഡന്റാണ്. പ്രസിഡന്റായിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു സ്ഥാനാർത്ഥിയാകുന്നതും പ്രസിഡന്റ് അല്ലാത്ത ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല. എത്ര വ്യത്യാസമുണ്ട്? അത് രണ്ടും കമ്പയർ ചെയ്യുന്നതിനകത്ത് യുക്തിയില്ല. തീർച്ചയായിട്ടും അത് കേസി അല്ല, വേറെ ഇതിന് ബാധകമല്ല. അത് കേസ് മത്സരിച്ചതുകൊണ്ട് ഞാനിപ്പം 2 സ്ഥാനം എടുത്തു എന്നതുകൊണ്ടല്ല. എനിക്കിവിടെ കേരളത്തില് മൊത്തം കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിത്വവും മത്സരവും എല്ലാം നിരീക്ഷിക്കേണ്ടിയും തിരുത്തേണ്ടിയും ഒരാളാണ് ഞാൻ. എല്ലാം ഒന്നല്ല, എന്റെ ഒരു പോസ്റ്റല്ല. വേണുഗോപാലിന്റെ ഒരു പോസ്റ്റാണ്. അത് തമ്മിൽ വ്യത്യാസമാണ്. മനസ്സിലായോ? ആണ്. അല്ല, അത് മുഴുവൻ നോക്കുന്ന കൂട്ടത്തിലേ നോക്കണ്ടു കേരളത്തിൽ. അതൊരു ചെറിയ ഘടകമാണ്. കമ്പയർ വിത്ത് ഓൾ ഇന്ത്യ ലെവൽ. അത് മതി. എനിക്കത് വലിയ വേടനാണ്. എനിക്ക് 20 സീറ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വേടനാണ്. അപ്പൊ എനിക്ക് അതിന് സമയം വേണ്ടേ? ആ സമയം കിട്ടാൻ വേണ്ടിയാണ് എന്നെ തൽക്കാലത്തെ അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. എല്ലാവർക്കും അറിയാം. ഈ പാർട്ടിയിലെ ആൾക്കെങ്കിലും അറിയാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ താൽക്കാലിക പ്രസിഡന്റിന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ താൽക്കാലിക പ്രസിഡന്റ് തൃപ്തികരമാണ്. അല്ല, പക്ഷേ MA ലത്തീഫിനെ പോലുള്ള ആളുകളെ തിരിച്ചെടുക്കുന്നു. ചോദ്യം ചെയ്യപ്പെടാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട പല ആളുകളെയും തിരിച്ചെടുക്കുന്നു. കൂടിയാലോചന നടന്നോ? കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കും.